ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം റെപ്പോ റേറ്റ് കട്ട് ചൈനയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനയിലുണ്ട്. അതോടൊപ്പം തന്നെ ഹൗസിംഗ് സെക്ടറിൽ വലിയ അനൗൺസ്മെൻറ്റുകൾ വരുന്നു പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഡൗ ജോൺസും S&P 500 ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിലും ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ആഴ്ചയിലും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ അക്രോസ് ഇന്ത്യ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള NPS വാത്സല്യ സ്കീം ഇത് വലിയൊരു ഹിറ്റായി മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. ധാരാളം ഇൻഫ്ലോസ് ഈ സ്കീമിലേക്ക് വന്നേക്കാം. അതിൻ്റെ മേജർ ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ സ്ട്രോങ് പിക്കാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈക്കോൾ കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 2251 ആയിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഏറ്റവും കൂടുതൽ ക്യാപെക്സ് ഈ വർഷം സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ അടുത്ത വർഷങ്ങളിൽ വരാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യൻ EV സെക്ടർ $1.3 ട്രില്യൺ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ EV സെക്ടറിലുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ M&M EV പെനട്രേഷൻ കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് പ്ലാനുകളാണ്. M&M ഓൾറെഡി ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള കമ്പനിയാണ്. പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ദിവസങ്ങളിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ONGC വിദേശ് നിഗൽ ലിമിറ്റഡ് ONGCയുടെ സബ്സിഡിയറിയാണ്. അസർബൈജാനിലെ വലിയൊരു ഗ്യാസ് ഫീൽഡ് അഗ്രിമെൻ്റ് വന്നിട്ടുണ്ട്. ONGCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് HFCLനാണ്. നമ്മുടെ റിപ്പീറ്റഡ് സ്ട്രോങ് ബൈക്കോൾ കൊടുത്തിരുന്നൊരു സ്റ്റോക്കാണ്. അമേരിക്കയിലെ ജനറൽ ആറ്റോമിക് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ആയിട്ട് ഒരു ക്രിട്ടിക്കൽ സബ് സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള കരാറിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അൺമാൻഡ് ഏരിയ വെഹിക്കിൾസിനാണ് ഈ സിസ്റ്റം സപ്ലൈ എന്ന് HFCLനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. BHAL 6100 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. NTPCയിൽ നിന്നാണ് 800 മെഗാവാട്ട് സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ജൂബിലൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസസ് കൂടുതൽ. അടുത്ത നവംബർ ഡിസംബറിലൊക്കെ 35 ലക്ഷം കല്യാണങ്ങളാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന നമ്മുടെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ലക്ഷറി റിലേറ്റഡ് കമ്പനികൾ, ജുവലേഴ്സ്, ഈ കമ്പനികൾക്കൊക്കെയാണ്. അപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ്, ITC, കല്യാൺ ജുവലേഴ്സ്, ടൈറ്റൻ, ഹൊണാസ, അതുപോലെ തന്നെ ഇമാമി, കായ ലിമിറ്റഡ്, ട്രാവൽ റിലേറ്റഡ് കമ്പനികൾ, ഇവരെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സോളക്സ് എനർജി ലിമിറ്റഡ് NSE SME സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. 250 മാർക്കറ്റിലോട്ട്. ഗവൺമെൻറ് സോളാർ സെൽ റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകളെല്ലാം തന്നെ ഈ കമ്പനിക്ക് വളരെ പോസിറ്റീവാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ SMEയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്യുന്ന 2 IPOs ഉണ്ട്. ഒന്ന് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ ലിമിറ്റഡ് ആണ്. 25-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത്. 220 ആണ് ഇതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ്. എക്സലൻറ്റ് IPO ആണ്. 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഒപ്പം NSE SME സെഗ്മെൻറ്റിലൊരു കമ്പനിയുണ്ട്, വോൾ 3D ഇന്ത്യ ലിമിറ്റഡ്. 3D പ്രിൻറ്റിംഗ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആദ്യമായിട്ടാണ് ഈ സെക്ടർ എന്നൊരു കമ്പനി വരുന്നത്. 1000 മാർക്കറ്റിലോട്ട്. 150 ഇഷ്യൂ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 23-ന് ഓപ്പൺ ചെയ്ത് 25-ന് അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു IPO ആണ്. അപ്പോൾ ഈ 2 IPOസും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ന്യൂസുകളാണ്.
അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുക. നമ്മുടെ നിഫ്റ്റിയും സെൻസസ് നമ്മൾ മുമ്പ് പ്രഡിക്റ്റ് ചെയ്ത പ്രകാരം 26,000 ഹിറ്റ് ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ഈ ടെമ്പോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദീപാവലിയോടുകൂടി 26,500 27,000 നമ്മൾ മാർച്ച് 31 മുമ്പാണ് ഈ ലെവലുകൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിന് മുമ്പ് ഈ ലെവലൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒക്ടോബറിൽ തീർച്ചയായിട്ടും സെക്കൻഡ് വീക്കിൽ നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്. അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അസംബ്ലി ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ. പക്ഷേ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ Q2 റിസൾട്ടുകളും അതുപോലെ തന്നെ മോണിറ്ററി കമ്മിറ്റി പോളിസി ഡിസിഷൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രെൻഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.